The sum of first three terms of a GP is 15 and the sum of next three term is 128. Determine the first term and common ratio sum of n terms. ഇതാണ് ഇംപ്രൂവ്മെന്റ് 2019 ചോദിച്ച ക്വസ്റ്റൻ ആണ്. നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞ മക്കളെ? T1 സം ഓഫ് ഫസ്റ്റ് ത്രീ ടേം എന്ന് പറഞ്ഞേക്കണേ. അതായത് T1 പ്ലസ് T2 പ്ലസ് T3 എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 16 ആണ്. നമുക്കിപ്പോ ഇവിടെ എന്ത് കൊടുക്കാം? ആദ്യത്തെ ഫസ്റ്റ് ടൈം കൊടുക്കാം. ഇത് AR വരും, ഇത് AR സ്ക്വയർ വരും, ഈക്വൽ ടു നമുക്ക് 16 എന്ന് കിട്ടി. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക 16 എന്ന് പറയുമ്പോൾ T1ന് A എന്ന് കൊടുക്കാം, T2ന് AR വരും, R⁻1, T3 എന്ന് പറയുമ്പോൾ AR⁻2 വരും. നെക്സ്റ്റ് ത്രീ ടേംസ് എന്ന് പറയുമ്പോൾ T4, അടുത്ത T4 വരും, പ്ലസ് T5 വരും, പ്ലസ് T6 എന്ന് പറയുന്നത് 128 ആണ്. T4 എന്ന് പറഞ്ഞാൽ എത്രയാ? AR³ വരും അല്ലെ. അടുത്ത T5 എന്ന് പറഞ്ഞാൽ എന്താ? AR⁻4 വരും. T6 എന്ന് പറഞ്ഞോ AR⁻5 വരും, ഈക്വൽ ടു 128 കിട്ടും. ഇനി ഇവിടെ നോക്കിയ മക്കൾ, ഇതിനകത്ത് എല്ലാത്തിനകത്തും ഏത് കോമണാ? ഒരു A കോമൺ ഉണ്ട് അല്ലെ. ആ A നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നോക്കാം, ഈ ഫസ്റ്റ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ R³ കോമൺ ആണ്, R³ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ A വരും, ഇവിടെ ഒരു AR വരും, ഇവിടെ ഒരു AR² വരും, ഈക്വൽ ടു 128 വരും. കറക്റ്റ് അല്ലേ? നോക്കിയേ, ഇവിടെ നിന്ന് ഒരു ഇവിടെ A അല്ല അവിടെ നിർത്തും, കാരണം ഇതിനകത്തൊരു A ഉള്ളത് കൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നെല്ലാം ഒരു R³ കോമൺ എടുത്തു. അപ്പൊ ആദ്യത്തിൽ A വരും, ഇവിടെ ഒരു AR വരും, ഇവിടെ ഒരു R⁻3 പുറത്ത് വരുമ്പോൾ R⁻2 വരും. അപ്പൊ നമുക്ക് അവിടെ വേറെ റൈറ്റ് സൈഡിൽ ഒരു മാറ്റം വന്നില്ല, 128 അങ്ങനെ തന്നെ വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഈ A പ്ലസ് AR പ്ലസ് AR³ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് 16 ആണ്. അപ്പൊ R³ ഈക്വൽ ടു ഇൻറ്റു 16 ഈക്വൽ ടു 128 നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 16 ഡിവൈഡഡ് ബൈ 128 എന്ന് പറഞ്ഞാൽ 8 വരും. അപ്പൊ R³ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. R³ 8 ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം ഇതിനെ? R³ ഈക്വൽ ടു 8 ആണെങ്കിൽ R എന്ന് പറഞ്ഞ് R³ ഈക്വൽ ടു ഇതിനെ 2³ എന്ന് കൊടുക്കാം. അപ്പൊ R ഈക്വൽ ടു 2 എന്ന് കിട്ടും. കോമൺ റേഷ്യോ 6 നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അതിന് നമ്മുടെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പൊ ഏതാണ്? A എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എഴുതണം, പ്ലസ് A എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വരും, R എന്ന് പറഞ്ഞ എന്താണ്? 2 വരും, പ്ലസ് A ഇൻറ്റു R² എന്ന് പറഞ്ഞാൽ 2² വരും, ഈക്വൽ ടു 6 വരും. ഫ്രം 1 കൊടുക്കും നമ്മൾ. ഒന്നാമത്തെ ഇക്വേഷനിൽ ആറിന്റെ വാല്യൂ നമ്മൾ 2 അങ്ങ് എടുത്തു കൊടുക്കും. അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ എത്ര വരും നോക്കിയേ? A പ്ലസ് 2A പ്ലസ് 4A ഈക്വൽ ടു 6 വരും, 16 വരും. അപ്പൊ ഇവിടെ നോക്കാം, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്താൽ മതി. 4 × 6, 6 × 7, 7A ഈക്വൽ ടു എന്ത് വരും? 16 വരും. A എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ 7 വരും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം ആയി. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കണേ? ഫസ്റ്റ് ടേം ആയി, കോമൺ റേഷ്യോ ആയി, സം ഓഫ് n ടേമോടെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ SN എന്ന് പറഞ്ഞാൽ ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 2 ആണ്. അപ്പൊ ഏത് ഫോർമുല ആയിരിക്കും? A ഇൻറ്റു R⁻n−1 ഡിവൈഡഡ് ബൈ R−1 എന്ന് പറഞ്ഞ ഇക്വേഷനിലാണ് നമ്മൾ SN കൊടുക്കുന്നത്. അവിടെ നമുക്കറിയാം എയുടെ വാല്യൂ നമുക്കറിയാം 16/17 7 ആണ്, അതങ്ങനെ തന്നെ എഴുതി. R നമുക്കറിയാം 2⁻n−1 ഡിവൈഡഡ് ബൈ 2−1. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 16/7 ഇൻറ്റു 2⁻n−1 ഡിവൈഡഡ് ബൈ 2−1 1 ആവും. അപ്പൊ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഈ 16/7 ഇൻറ്റു 2⁻n−1 ആവും. ക്ലിയർ ആയല്ലോ?